മമ്മൂട്ടിയുടെ സിനിമ. അതായിരിക്കും. അത് തന്നെ, ആ സിനിമയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മിക്കവാറും എല്ലാവരും. ഞങ്ങൾ റെയിൽവേ ക്രോസിൽ കയറിയ സമയത്ത് തന്നെയാണ് അതിനകത്തിലും ഒരു സീനുണ്ട്. മമ്മൂട്ടി കണ്ട് ട്രെയിനിൻ്റെ കീഴിൽ ചാടുന്നതായിട്ട്. അതങ്ങനെ അത് രണ്ടും ഒരേ സ്പോട്ടിൽ തന്നെ പറ്റിയെന്നുള്ളതാണ്. ട്രെയിൻ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. തെറിച്ചു. ഞാൻ ഏതാണ്ട് 10 അടുത്ത ഒരു വീടിൻ്റെ ഫ്രണ്ട് വശത്ത് എങ്ങോട്ടാ തെറിച്ച് വീണ് കിടന്നേ എന്നുള്ളത് അറിവ് പറഞ്ഞത്. കാരണം എനിക്ക് ആ ഒരു ഓർമ്മയില്ല. ഞങ്ങൾ 43 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ട്രെയിൻ തെക്കുന്ന് വരികയും പുഷ്പളെന്നും പറഞ്ഞ ട്രെയിൻ ഉണ്ടായിരുന്നു. ബസ് ഓഫായി പോയി, എഞ്ചിൻ ഓഫായി പോയി. കാരണം ഹോണടി കേട്ടപ്പോഴത്തേക്ക് പുള്ളി ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ സാധനം മനുഷ്യനില്ല, പുള്ളി അന്ന് അപ്സെറ്റായി കാണും. ഈ വയറിനകത്ത് നിറയെ ഗ്ലാസ്സാണ്, ഈ ബസ്സിൻ്റെ ഗ്ലാസ്സായിരുന്നു. ഗ്ലാസും ഈ തുടങ്ങി ഇങ്ങോട്ടൊരു ചാനൽ, അലോമിനിയത്തിൻ്റെ ചാനലും ആയിരുന്നു. എന്ത് പറഞ്ഞാലും അതെല്ലാം അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു. എൻ്റെ അനിയച്ചാരും അവൻ്റെ ഭാര്യ ഒരു കുട്ടി മരിച്ചു, എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ സഹോദരി മരിച്ചു, സഹോദരിയുടെ ഒരു അനുജൻ്റെ ഭാര്യ അവർ മരിച്ചു. ഇത്രയും പേരാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മരണമുണ്ടായത്. ബസ്സിൻ്റെ ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ബസ് നേരെ ടേൺ ചെയ്തു. ബസ് നേരെ ടേൺ ചെയ്തപ്പോൾ സൈഡടിച്ചാണ് തെറിച്ച കണ്ടത്തിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവേലും കണ്ടത്തിലും ഒക്കെ ആയിട്ട് ഇറങ്ങുമായിരുന്നു. ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ, ആൾക്കാരുടെ അവശിഷ്ടം അവിടെ മുഴുവൻ 38 പേര് ഓൺ ദ സ്പോട്ട് തീർന്നു.